ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷമാണ് എനിക്ക്. പക്ഷേ പോകുന്ന റീസൺ ആലോചിച്ചാൽ വലിയ സന്തോഷമില്ല, കാരണം സ്റ്റഡി ലീവാണ്. ഇത് ഞങ്ങളുടെ കോളേജിന് എക്സാക്റ്റ് ഓപ്പോസിറ്റുള്ള ഒരു കുഞ്ഞു സ്കൂളാണ്, പ്രൈമറി സ്കൂളാണ്. ഇവിടെ കണ്ടില്ലേ, ഫുൾ ക്ലീനിങ് പരിപാടിയാണ്. നാളെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ കോൺവൊക്കേഷനാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഗവർണർ വരും. അതിൻ്റെ ക്ലീനിങ് പരിപാടിയാണ്. ഇവിടെ മൊത്തം യൂണിവേഴ്സിറ്റിക്ക് അകത്താണേലും പുറത്താണേലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് അകത്ത് മൊത്തം ക്ലീനാക്കി കഴിഞ്ഞ് ഇതിപ്പോൾ വെളിയിലാണ്. പിന്നെ ഇതോ കാണുന്ന ബസ്സിൽ മൊത്തം പോലീസാണ് കയറിപ്പോയത്. ഇന്നലെ തൊട്ട് യൂണിവേഴ്സിറ്റിക്ക് അകത്തും പുറത്തും ഒക്കെ ഫുൾ പോലീസാണ് ഗൈസ്. നാളെ ആൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ വീടെത്താൻ പറ്റില്ല. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ലേറ്റ് ആകുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പെർമിഷനൊക്കെ മേടിച്ച് ഇതിപ്പോൾ 12:30 നമ്മൾ ഇറങ്ങാനായിട്ട്. ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി 1 മണിക്കോ മറ്റോ ആണ് ബസ്. ദേ ഈ കാണുന്ന ബസ് പല്ലങ്കി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് വേണം നമുക്കിതിൽ കയറിയിട്ട് ടൗണിൽ പോകാൻ. ആക്ച്വലി ഞങ്ങൾ ഈ ബസ് വരുന്നേ ഉള്ളതെന്ന് അറിഞ്ഞില്ല. എന്തായാലും ഇനിയിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ അവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ വേറെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ അത് അത്ര കണ്ട് വൃത്തിയുള്ളതല്ല. കണ്ടത് നമ്മൾ കയറില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. പിന്നെ അതേ 12:45 നമ്മുടെ ബസ് വന്ന് നമ്മളതിൽ കയറി. ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് നമുക്ക് ടൗണിലെത്താനായിട്ട്. പോകുന്ന വഴി മൊത്തം കോടയായിരുന്നു. ഫുൾ കോടയെന്ന് വെച്ചാൽ ഫുള്ള് കോട. ഈ കോട മറഞ്ഞ് ഇവിടെ ഒരു വില്ലേജ് തന്നെയുണ്ട്, അത് നമുക്ക് കാണുന്നു പോലുമില്ല. നല്ല അടിപൊളി വില്ലേജാണ്, വിൽപ്പട്ടി എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു എക്സാക്ട് പ്ലേസിൽ നിന്ന് കഴിഞ്ഞാൽ ആ വില്ലേജിൻ്റെ ഒരു അടിപൊളി വ്യൂ കിട്ടും. പക്ഷെ ഒന്നും കാണുന്നില്ല, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കോട. മിക്കവാറും ഈ വിൽപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്നും കോടയായിരിക്കും. ആക്ച്വലി ആ വില്ലേജിന് മിസ്റ്റി വില്ലേജ് എന്നും കൂടെ ഒരു പേരുണ്ട്. അത് ശരിയാണ്, എന്നും ഇവിടെ കോടയായിരിക്കും. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ താമസവും നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ. ബട്ട് അവിടെ ഒരു കോടയും മഴയില്ലെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചിലപ്പോൾ മഴ പെയ്യുന്നുണ്ടാവും, ഫുൾ കോടയായിരിക്കും, അങ്ങനെയൊക്കെയാണ്. നമ്മൾ കൊടൈക്കനാൽ സ്റ്റാൻഡ് എത്തി. അവിടെ പഴനി ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറി. 1 o'clock ബസ് എടുക്കുക. എനിക്ക് ഈ പച്ച ബസ് ഒട്ടും ഇഷ്ടമല്ല. ഏതോ കാണുന്ന ടൈപ്പ് ഓഫ് ബസ്സിലാണ് നമ്മളും കയറിയിരിക്കുന്നത്. ഇവിടെ വേറെയും ബസ്സസ് ഉണ്ട് ഗൈസ്, അത് കുറച്ചുകൂടെ നീറ്റാണ്, ട്രാവൽ ചെയ്യാൻ കുറച്ച് കംഫർട്ടാണ്. ബട്ട് എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല. ബട്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് ആ ബസ് തന്നെയാണ് കിട്ടിയത്. പിന്നെ ഫ്രണ്ട് സീറ്റ് കിട്ടിയതുകൊണ്ട് കുറച്ച് സമാധാനം. ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വ്യൂ ഉണ്ടാവും നല്ലോണം. അത് കാരണം അധികം മോഷൻ സിക്നെസ് ഒന്നും തോന്നില്ല. പിന്നെ ഇതാ ഫ്രണ്ടിലൊരു സിംഗിൾ സീറ്റ് ഉണ്ടല്ലോ, അവിടെയാണ് സാധാരണഗതിയിൽ എനിക്ക് ഇരിക്കാൻ ഇഷ്ടം. അത് കണ്ടക്ടറിൻ്റെ സീറ്റാണ്, ദോ ആ കാണുന്നത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ എണീപ്പിച്ച് വിടും, പക്ഷേ സംടൈംസ് നമുക്ക് സീറ്റ് കിട്ടാറുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും അടിപൊളിയായിരിക്കും. പക്ഷേ ഇത് രണ്ടും എനിക്ക് കിട്ടിയില്ല. സോ അതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇരുന്നത്. ആൻഡ് 1 o'clock ബസ് എടുക്കുള്ളൂ. പിന്നെ സ്റ്റാൻഡിൽ മൊത്തം പോലീസാണ് ഗൈസ്, ഒരുപാട് പോലീസ്. ഇതോ അവിടെ ഒരു പോലീസിൻ്റെ ബസ് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ്സിന് തൊട്ട് അടുത്തൊരു പോലീസിൻ്റെ ബസ്സുണ്ട്. ഒരു 4-5 ബസ് പോലീസിന് മാത്രമായിട്ട് ഇവിടെ ഉണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടൊരു ലഞ്ച് എന്നൊക്കെ പറയാൻ വേണേൽ ചപ്പാത്തിയും അതുപോലെ തന്നെ പൊട്ടാറ്റോ കറിയും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അധികം കഴിക്കില്ല, അതുകൊണ്ട് കുറച്ച് എടുത്തുള്ളൂ. ദെൻ എക്സാക്റ്റ് 1 o'clock ബസ് എടുത്തു ഗൈസ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്തൂവും ഞാനാണ് ഒരുമിച്ചിരിക്കുന്നത്. ദേ ലേക്ക് കഴിഞ്ഞു. ലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സുഖമായിട്ട് നമുക്ക് പോവാം. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ കൊടൈക്കനാൽ. പിന്നെ പഴനി ടു കൊടൈക്കനാൽ 60 രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത്. കൊടൈക്കനാൽ ടു പഴനി ട്രാവൽ ഒരു 3.5 hours എങ്കിലും വേണ്ടി വരും നമുക്ക് ബസ്സിൽ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ബട്ട് ഒരു അറൗണ്ട് 1.5 years ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, അതുകൊണ്ട് ഇപ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കാണാൻ. പിന്നെ ഇവിടുത്തെ ഡ്രൈവേഴ്സിനെ സമ്മതിക്കണം ഗൈസ്, കാരണം ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഇത്രയും ഹെവി ലോഡഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഓട്ടാനായിട്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്തായിരിക്കും മുന്നിലൊരു വണ്ടി വന്ന് നിൽക്കുക. പിന്നെ നമ്മൾ എന്നും ഈ ഫ്രണ്ടിലിരുന്ന് പോകുന്നതുകൊണ്ട് ഡ്രൈവറിനേക്കാളും ടെൻഷൻ നമുക്കായിരിക്കും. മിക്കവാറും ഓരോ കേർവ്സ് എത്തുമ്പോഴും ഓരോരോ വണ്ടി ഫ്രണ്ടിൽ വന്ന് നിൽക്കും. പിന്നെ അതിൻ്റെ പുറകിൽ കുറച്ച് നേരം, അങ്ങനെയൊക്കെ. ഇതാണ് ഗൈസ് എക്സാക്റ്റ് കൊടൈക്കനാലിലുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്, കൊടൈക്കനാൽ മുനിസിപ്പാലിറ്റിക്കുള്ളത്. നമ്മൾ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ആ ഒരു ടോളൊക്കെ ഉള്ള ഏരിയ. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി കൊടൈക്കനാലിന് പുറത്തേക്ക് പോവുകയാണ്. ചെറിയൊരു മഴയുണ്ട് ഗൈസ്. നമ്മൾ വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ കുറച്ച് സ്ഥലം എത്തിയപ്പോൾ ചെറിയൊരു മഴയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും വല്ല ബസ്സൊക്കെ ഫ്രണ്ടിൽ വന്ന് പെടുന്നത്, അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് പെട്ടൊരു ബസ്സാണ്. പിന്നെ നമ്മളുടെ ബസ് റിവേഴ്സ് അടിച്ച് കുറച്ച് ദൂരം വന്നാണ് അവർ പോയത്. എന്നും ഇത് തന്നെയായിരിക്കും. പോകുന്ന സമയത്തും വരുന്ന സമയത്താണെങ്കിലും ഈ ഹെവി ലോഡഡ് വെഹിക്കിൾസ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ടൈം നമ്മളവിടെ നിൽക്കേണ്ടി വരും. എല്ലാവരും ഇവിടെ ഒരു ട്രിപ്പ് മൂഡിൽ ഇങ്ങനെ ചില്ല് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഹോൺ അടിക്കാൻ പലപ്പോഴും മറന്നു പോകും. അങ്ങനെ മറക്കുമ്പോഴാണ് ഇതുപോലെ വലിയ ബസ്സിൻ്റെയോ ലോറിൻ്റെയോ ഫ്രണ്ടിലൊക്കെ വന്ന് പെടാറ്. പക്ഷേ ഇവരെ ഡ്രൈവേഴ്സ് നല്ല വഴക്കൊക്കെ പറയാറുണ്ട്. കേരള ആൾക്കാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വഴക്ക് കുറച്ച് കൂടുതലുമാണ്.
പിന്നെ നല്ലൊരു വ്യൂ കണ്ടു ഗൈസ്. മഴ പോയിട്ടോ, ദൂരെ നല്ല ക്ലൗഡ്സും നല്ല ഗ്രീനറി ആയിട്ട് കുറച്ച് ദൂരം പോയപ്പോൾ ദേ വീണ്ടും മഴ. ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു 3.5 hour ജേർണിയിൽ കുറേ മഴ, കോട, പിന്നെ ദേ വെയിൽ. ഈ ഒരു സ്പോട്ടിൽ എല്ലാ ബസ്സും നിർത്തിത്തരും. നമുക്കിവിടെ വാഷ്റൂം ഉണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ വല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡും കഴിക്കാം. നമ്മൾ കറക്റ്റ് ഒരു ടൗണിൽ നിന്ന് 1.5 hour കഴിയുമ്പോഴാണ് ഈ ഒരു സ്പോട്ട് വരിക. നിങ്ങളിവിടെ വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ട് സൈഡും യൂക്കാലിപ്റ്റസ് ആണ്. അതിന് താഴെയായിട്ട് കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ബസ്സൊന്നും നിർത്തി തരില്ല. ബസ്സിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നൊരു കാര്യം, നമുക്ക് കുറേ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടാലും നമുക്കവിടെ നിന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ അതൊന്നും പോസിബിൾ അല്ല. കണ്ട് ആസ്വദിക്കാം. അങ്ങനെ ദേ ദൂരെ കുറച്ച് വാട്ടർഫാൾസ് കാണുന്നുണ്ട്. അതിങ്ങനെ ആസ്വദിക്കുകയാണ് ഞാൻ. 1-2 വാട്ടർഫാൾസ് ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയെങ്കിലും ഇവിടെയുള്ള ചെടികൾ മറിഞ്ഞിട്ട് അതൊന്നും കാണുന്നില്ല. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, പക്ഷെ സൂക്ഷിച്ച് നോക്കണം. എന്തായാലും കൊള്ളാം. ദേ വലിയൊരു ഫാൾസ് കണ്ടു. പക്ഷെ ഇവിടുത്തെ ചെടി മറിഞ്ഞിട്ട് എനിക്ക് അത്ര കണ്ട് അതിനങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് കാണുമ്പോൾ നന്നായി കാണുന്നുണ്ടായിരുന്നു. നല്ല വലിയ ഫാൾസൊക്കെ ആയിരുന്നു. ദോ കാണുന്ന ഫാൾസ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വ്യൂ. പിന്നെ ഫോണിൽ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ടാസ്ക് ഉള്ളൊരു കാര്യമാണ് ഈ വഴി വരുമ്പോൾ. ബസ് അത്യാവശ്യം സ്പീഡിൽ പോവും. നമ്മുടെ കൈ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള കൊക്കയിലേക്കായിരിക്കും ഫോൺ പോവുക. പിന്നെ അവർ നമുക്ക് നിർത്തി തരുക പോലും ഇല്ല ഫോൺ എടുക്കാൻ. അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയാണ് ഗൈസ് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. ഇവിടുന്ന് പിന്നെ വ്യൂ ഇങ്ങനെ ചേഞ്ച് ആവുന്നത് നമ്മൾ പോലും അറിയില്ല ഗൈസ്. ഈ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്താറായി എന്നുള്ളതിന് ഒരു സൈനാണിത്. ഒരു ഡാം കണ്ടില്ലേ, അത് നമ്മൾ എക്സാക്റ്റ് താഴെ തന്നെ ഉള്ള ഒരു ഡാമാണ്. എനിക്കതിൻ്റെ എക്സാക്റ്റ് നെയിം അറിയില്ല. ആ ഒരു ഡാമിൻ്റെ ബാക്ക് പോർഷൻ ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വ്യൂവും പിന്നെ ഈ മലകളും, പിന്നെ ഇതിൻ്റെ സൈഡ് തന്നെ ആയിട്ട് നമുക്ക് പഴനി മലയുടെ ഒരു വ്യൂവും കൂടെ ഉണ്ട്. ഇത് കണ്ടാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 1/2 hourൽ നമ്മൾ താഴെ എത്തും എന്നുള്ളൊരു ഹോപ്പ് വരും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. പിന്നെ ഈ വ്യൂ കാണാൻ നല്ല അടിപൊളിയാണല്ലോ. കഴിഞ്ഞ വട്ടം ഞങ്ങൾ മുകളിലോട്ട് പോകുമ്പോൾ ആ ഡാമിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. 1 monthനുള്ളിൽ വെള്ളം വന്നു. അങ്ങനെ നമ്മൾ താഴെ എത്തി ഗൈസ്. താഴെ പിന്നെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം പഴനി എത്തും. പിന്നെ എല്ലാം ഈസി ആയിരിക്കും, പെട്ടെന്നായിരിക്കും. എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് സൈഡും മരങ്ങളായിട്ട് നടുക്ക് കൂടെ നമ്മളിങ്ങനെ പോകുന്നത്. പിന്നെ ഇന്ന് എന്താണെന്നറിയില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവാം ഭയങ്കര തിരക്ക് കമ്മിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളും ട്രാഫിക്കും അങ്ങനെയൊക്കെയാണ്. ഇത് പഴനിയുടെ എക്സാക്റ്റ് ബാക്ക് പോർഷനാണ്. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് തന്നെ ഈ പഴനിയുടെ ബാക്ക് പോർഷനാണ്. നമ്മളിങ്ങനെ പോയി ഇതിന് ഫ്രണ്ട് പോർഷനിലാണ് പഴനി ബസ് സ്റ്റാൻഡ് വരുന്നത്. അങ്ങനെ 3:45 നമ്മൾ പഴനി ബസ് സ്റ്റാൻഡ് എത്തി. അവിടെ നിന്ന് പൊള്ളാച്ചിയിലോട്ട് ബസ് കയറി. ഇതൊരു 1.5 hour ജേർണി ഉണ്ട്. പിന്നെ വിശന്നപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. 2 ചപ്പാത്തി കൊണ്ടൊന്നും എൻ്റെ വിശപ്പ് അടക്കാൻ പറ്റിയില്ല ഗൈസ്. എത്രയും വേഗം വീടെത്തണം എന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല ഇങ്ങനൊരു ബ്ലോക്കിൽ പെട്ടത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ട്രെയിൻ വരും എന്നൊക്കെ പറഞ്ഞ് ഈ വഴി പോകുമ്പോൾ ഒരു ബ്ലോക്കിൽ പെടുന്നത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഉച്ചയ്ക്ക് ഇറങ്ങി വൈകിട്ട് വീട്ടിലോട്ട് പോകുന്നത്. സാധാരണ ഞങ്ങൾ രാവിലെയാണ് ഇറങ്ങാറ്. പിന്നെ ഒരു തവണ ഇറങ്ങിയ സമയത്ത് ഞാൻ ട്രെയിനിലായിരുന്നു പോയത്. അപ്പോൾ ഈ ബസ് ജേർണി എങ്ങനെയായിരിക്കും ഈവനിങ് ടൈമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറേ ദൂരം ബസ്സിലിരുന്ന് എനിക്ക് ശരിക്കും ബോറടിച്ചു ഗൈസ്. 1.5 hour ഉണ്ടായിരുന്നു. ബസ് ഭയങ്കര സ്ലോ ആയിരുന്നു. ഇത് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് സന്തോഷമായി. കാരണം പഴനിയിൽ നിന്ന് പൊള്ളാച്ചി എത്താനായി എന്നൊരു സൈന് കിട്ടുന്നത് ദേ കാണുന്ന കാറ്റാടിയൊക്കെ കാണുമ്പോഴാണ്. നമുക്കല്ലെങ്കിലും അറിയാമല്ലോ പൊള്ളാച്ചിയിലാണ് ഇതുള്ളതെന്ന്. പിന്നെ ഇവിടെ എല്ലാം ബോർഡുകളൊക്കെ തമിഴിലായിരിക്കും, അപ്പോൾ ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സന്തോഷം, ഓക്കെ നമ്മൾ പൊള്ളാച്ചി എത്താനായിന്ന്. അങ്ങനെ 5:40 പൊള്ളാച്ചി എത്തി. അപ്പം തന്നെ നമ്മുടെ KSRTC കണ്ടു. സത്യം പറയുകയാണെങ്കിൽ കേരളം കണ്ട ഫീലായിരുന്നു ആ തമിഴ്നാട്ടിൽ നിന്ന് KSRTC കണ്ടപ്പോൾ. പിന്നെ അതിൽ കയറി. ഞാൻ എൻ്റെ വീട് വരെ പോകുന്നില്ല, അതെനിക്ക് ഭയങ്കര ലോങ് ആണ്. സോ ഞാൻ പാതി വഴിക്ക് എൻ്റെ അമ്മയുടെ വീടുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അത് ആക്ച്വലി പൊള്ളാച്ചിയിൽ നിന്ന് ഒരു 1/2 hour ഉള്ളൂ. അവിടെ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് വേറൊരു ബസ് കയറിയിട്ട് പോകണം. അങ്ങനെ ഞാൻ ആ ബസ് കയറി പോയി. എൻ്റെ അനിയൻ എന്നെ വിളിക്കാൻ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേസ്. ഒരു 6:40 ഞാൻ വീടെത്തി. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.